ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണ പ്രശ്നത്തിൽ അടിമുടി ദുരൂഹത. ക്ഷേത്രത്തിലെ അമൂല്യ ആഭരണ ശേഖരത്തിൽ നിന്നും ആഭരണങ്ങൾ കാണാനില്ലെന്നാണ് DGP രവാഡ ചന്ദ്രശേഖർ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിധിശേഖരമാണ് കാണാതായത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും വജ്രവും ഉൾപ്പെടെയുള്ളവ ഇടയ്ക്കിടെ കാണാതാവുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്ന വജ്രാഭരണമായ വൈരനാമ കാണാനില്ല. 6 മാസം മുൻപ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശേഷം ഇവ തിരികെ വന്നില്ല. വിശ്വാസികൾ സംഭാവന നൽകിയ 78 ഗ്രാമോളം സ്വർണത്തിലും കുറവുണ്ട്. സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയിട്ട് 6 മാസമായിട്ടും തിരികെ വന്നില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ റിപ്പോർട്ട് വിവാദമായതിനു പിന്നാലെ ക്ഷേത്ര ഭരണസമിതിയും രംഗത്തെത്തി. ഈ കാര്യത്തിൽ നേരിട്ട് പരിശോധന നടത്തി. വിലപിടിപ്പുള്ളതും അമൂല്യവുമായ വസ്തുക്കളൊന്നും ക്ഷേത്രത്തിൽ നിന്നും നഷ്ടമായിട്ടില്ല, ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. പോലീസ് നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന വൈരനാമവും വിളക്കും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെന്നും ഭരണസമിതി അറിയിച്ചു. ഇതോടെയാണ് ആരു പറയുന്നതാണ് സത്യമെന്ന ചോദ്യവും ഉയർന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയെന്ന പോലീസ് റിപ്പോർട്ടിൽ ഗൂഢാലോചന സംശയിക്കുന്നതായാണ് ക്ഷേത്ര ഭരണസമിതി അംഗവും BJP നേതാവുമായ കരമന ജയൻ പറഞ്ഞത്. കാര്യങ്ങൾ പരിശോധിക്കാതെ പോലീസ് എങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും അദ്ദേഹം ചോദിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടില്ലെന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന് അറിയപ്പെട്ടതിന് പിന്നാലെ ക്ഷേത്ര സ്വത്തുക്കളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ശ്രീകോവിലിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യമായ വസ്തുക്കൾ നഷ്ടമായ കാര്യം പോലീസ് പരിശോധിച്ചിട്ടില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് DGP റിപ്പോർട്ട് നൽകിയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ആഭരണ പ്രശ്നത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ്.